വർഗീയ കൊലയാടി മക്കളുടെ എക്കാലത്തെ ഇരയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ദിലീപ് എന്ന് പറയുന്ന നടൻ. അയാളുടെ കേസും കാര്യങ്ങളൊക്കെ അതിന് വഴിക്ക് പോട്ടെന്നേ. ദിലീപിന്റെ സിനിമ ഇറങ്ങും നേരത്തും ഇവർ അടുപ്പ് കൂട്ടുന്നു, തീ കൊളുത്തുന്നു, ആവശ്യത്തിൽ കൂടുതൽ വിറകും എണ്ണയൊക്കെ ഇട്ട് കത്തിക്കുന്നു. വ്യഭിചരിക്കാൻ മാത്രമല്ല, കൂട്ടിക്കൊടുക്കാനും എല്ലാവർക്കും അവകാശമുണ്ട്. മീഡിയ വണ്ണിനും ഉണ്ട്. ദിലീപിന്റെ സിനിമ ഇറങ്ങാൻ നേരം അന്നോളം ഒളിപ്പിച്ചു വെച്ച എല്ലാ കുത്തിക്കഴപ്പും കുത്തിത്തിരിപ്പോയി മാളത്തിൽ നിന്നും കുറെ എണ്ണം പുറത്തിറങ്ങും. അതിൽ ആദ്യം ഇറങ്ങുന്ന നിന്നെ പോലെയുള്ള കുറെ പരമാറികളാണ്. അതായത് ഇന്ത്യ ആര് ഭരിക്കണമെന്ന് കേരളം വിധി എഴുതിയ ഏപ്രിൽ 26-നാണ് പവി കെയർടേക്കർ എന്ന് പറയുന്ന ദിലീപ് സിനിമ റിലീസാവുന്നത്. ചൂടും ചൂരും ഏറെ നിറഞ്ഞ തിരഞ്ഞെടുപ്പ് ദിവസം ചർച്ചക്കാർ ഇങ്ങനെ അടുപ്പ് കൂട്ടിയിരിക്കുകയായിരുന്നു. ചർച്ച ചെയ്ത ഒരേ ഒരു വിഷയം ദിലീപിന്റെ പവി കെയർടേക്കർ ആയിരുന്നു. വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരു അണ്ണി നടുക്കിയിരിക്കുകയാണ്. ഒരെണ്ണം വേറെ അടുത്തിരിക്കുന്നു, വേറെ ഒരെണ്ണം അടിച്ച് ഹാങ് ഓവർ മാറാത്ത പോലെ അടുത്തിരിപ്പുണ്ട്. മൂന്നാണെണ്ണം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിലോ പറയുന്നത് എന്താ വെച്ചാൽ ദിലീപ് ഇപ്പോൾ ജനപ്രിയ നായകനല്ല, മുഖംഭാവം വരുന്നില്ല, പ്രായം 56 നാറിയാണ് തീരുമാനിക്കുന്നത്. 56 വയസ്സുള്ള ഒരാളുടെ മുതൽ ഇതെല്ലാം എന്താ വരുന്നത്? പത്രപ്രവർത്തനം നിനക്കൊന്നും പറ്റിയ പണിയല്ല. നിനക്കൊക്കെ പറ്റിയ ഒരു പണിയുണ്ട്. സത്യത്തിൽ കൂട്ടിക്കൊടുപ്പ് അഥവാ പിമ്പിങ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താ നിനക്ക് മനസ്സിലായോ?